നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഏറെ കൗതുകം ജനിപ്പിക്കുന്നു. ആ വാർത്തകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നത്, എന്തുകൊണ്ടാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത്രയേറെ ഭയക്കുന്നത് എന്നാണ്. മമത ആരുടെ മുന്നിലും തലകുനിക്കാത്ത ഒരു വീറുറ്റ പോരാളിയായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം, ബംഗാളിൽ 35 വർഷം നീണ്ട CPM-ന്റെ കിരാത ഭരണത്തിന് അന്ത്യം കുറിച്ചത് മമതയാണ്. കോൺഗ്രസിനുള്ളിൽ മമത നടത്തിയ പോരാട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. നമ്മുടെ മലയാളിയായ പ്രതിപക്ഷ നേതാവായിരുന്ന സർവശ്രീ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരിക്കുമ്പോൾ മമതാ ബാനർജി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റോ ആണ്. രണ്ടിലേതോ ഒരു പോസ്റ്റിലാണ് അന്ന് മമത പ്രവർത്തിച്ചിരുന്നത്. ആ മമതയാണ് പിന്നീട് കോൺഗ്രസ് ഉപേക്ഷിച്ച് തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ് പുറത്തുപോയി ആദ്യം NDAയ്ക്കൊപ്പവും, വാജ്പേയി സർക്കാരിൽ അവർ റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു. പിന്നീട് അവർ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുകയും പിന്നീട് 2004-ൽ UPAയ്ക്കൊപ്പം ചേരുകയും ചെയ്തു. ആ മമത ഒറ്റയ്ക്ക് പോരാടി ബംഗാളിൻ്റെ സിംഹാസനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പിടിച്ചെടുത്ത മമത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭയക്കുകയും, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭയക്കുന്നത് കൊണ്ടാണ് മമത അടങ്ങി ഒതുങ്ങി ബംഗാളിൽ കൊൽക്കത്തയിൽ കഴിയുന്നത്. ഇല്ലെങ്കിൽ ഇന്ന് SIR അവിടെ ഇത്തരത്തിൽ നടപ്പാക്കി വരുമ്പോൾ മമത ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. എന്തായാലും അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. ബംഗാളിൽ ഏതാണ്ട് 14 ലക്ഷം കള്ള വോട്ടുകൾ കണ്ടെത്തി. കള്ള വോട്ടുകൾ എന്ന് തന്നെ പറയണം. മരിച്ചുപോയവരുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, സ്ഥലം മാറിപ്പോയവരുണ്ട്. ഇത്തരത്തിൽ നുഴഞ്ഞു കയറിയവരുടെ വ്യാജരേഖകൾ ഹാജരാക്കി വോട്ട് അവകാശം സമ്പാദിച്ചവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അവരെ ഒഴിച്ചു നിർത്തിയാൽ ഏതാണ്ട് മരിച്ചുപോയവരും ഡ്യൂപ്ലിക്കേറ്റ് വോട്ടും, അതായത് ഇരട്ട വോട്ടും, അതുപോലെ സ്ഥലം മാറിപ്പോയവരുടെ വോട്ടും ഒക്കെ ചേർത്താണ് 14 ലക്ഷം വോട്ടുകൾ കള്ള വോട്ടുകൾ എന്ന് തന്നെ പറയാം. അത് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ 14 ലക്ഷം വോട്ടുകളും കണ്ടെത്തി ആ ഫോമുകൾ മടങ്ങി വരുന്നില്ല, വിതരണം ചെയ്ത ഫോമുകൾ മടങ്ങി വരുന്നില്ല, അല്ലെങ്കിൽ അവർ ഹിയറിങ്ങിന് വരുന്നില്ല എന്ന സാഹചര്യമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ബംഗാളിൽ ഈ നുഴഞ്ഞുകയറ്റക്കാർ, ബംഗ്ലാദേശികൾ, റോഹിംഗ്യകൾ ഒക്കെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി വോട്ട് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നും വ്യയം ചെയ്യണ്ട. വളരെ കൃത്യമായി ബംഗാളിൽ ഈ പറഞ്ഞതുപോലെ മരിച്ചുപോയവരുടെ വോട്ട്, ഇരട്ട വോട്ടുകളിൽ ഒന്ന്, അതുപോലെ തന്നെ സ്ഥലം മാറിപ്പോയവരുടെ വോട്ട്, ഇതെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത് നുഴഞ്ഞുകയറ്റക്കാരാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അത്തരക്കാരെ കണ്ടെത്തി അവരുടെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേരുകൾ നീക്കം ചെയ്ത് അത് കൃത്യമായിട്ട് ഓൺലൈനിലൂടെ പ്രസിദ്ധീകരിച്ച് ഹിയറിങ്ങിന് വെച്ച് നടപടിക്രമങ്ങളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. തുടക്കത്തിൽ മമത പറഞ്ഞത്, ഏതെങ്കിലും ഒരുത്തൻ SIR-മായിട്ട് ഇങ്ങോട്ട് വന്നാൽ അവൻ്റെ കാല് തല്ലി ഒടിക്കും എന്നാണ് മമത പറഞ്ഞത്. എന്തേ BLO-മാരുടെ കാല് തല്ലി ഒടിക്കാത്തത്? എന്തേ SIR-മായി ബന്ധപ്പെട്ട്, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ, ജീവനക്കാരുടെ പ്രവൃത്തി മമത എന്തുകൊണ്ട് തടസ്സപ്പെടുത്തുന്നില്ല? കാര്യം വളരെ വ്യക്തമാണ്. അതിലേക്ക് ഞാൻ വരാം. ഇത്തരത്തിൽ ബംഗാളിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന നടപടികൾ വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നു. തുടക്കത്തിൽ ചെറിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥർക്ക്, BLO-മാർക്ക് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ അവരെ തടസ്സപ്പെടുത്തിയിരുന്നു. അവരും ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ആൾക്കാരും BJP-ക്കാരും തമ്മിൽ പല സ്ഥലത്തും കൊമ്പ് കോർക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതൊരു കായികമായ സംഘട്ടനത്തിലേക്ക് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. BJP-യുടെ ബംഗാളിലെ അനിഷേധ്യനായ നേതാവ് സുവേന്ദു അധികാരി മമതയ്ക്കെതിരെയും തൃണമൂലിന്റെ ഗുണ്ടായിസത്തിനെതിരെയും രംഗത്ത് വന്നു. ഈ SIR-മായിട്ട് മുന്നോട്ട് പോകുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ BJP പ്രവർത്തകർ രംഗത്തിറങ്ങുമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതാണോ മമതയെ ഭയപ്പെടുത്തിയത്? നോക്കൂ, ബംഗാളിൽ മമത
ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം അവിടെ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി കിട്ടി. ഇടതുപക്ഷത്തിന്റെ നേതാക്കളും പ്രവർത്തകരും ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ വിശിഷ്യ CPM-ന്റെ ഓഫീസൊക്കെ ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പല CPM ഓഫീസുകളും ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി ഒക്കെ, ജില്ലാ കമ്മിറ്റി ഓഫീസുകളൊക്കെ പിന്നീട് BJP ഓഫീസുകളായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടുത്തെ കോൺഗ്രസ്സുകാരും CPM-കാരും അടി പേടിച്ച് സ്വന്തം തടി രക്ഷിക്കാൻ BJP പാളയത്തിൽ വന്നു നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ BJP-യുടെ ഭീഷണിയല്ല, അല്ലെങ്കിൽ BJP സുവേന്ദു അധികാരി പറഞ്ഞതിനെ ഭയന്നിട്ടല്ല മമത SIR-നെതിരെ ഒരു വാക്ക് ഉരിയാടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നതെന്ന് വ്യക്തം. അതിന് കാരണം 356 എന്ന വകുപ്പാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നും ഭരണഘടനാ പദവിയുള്ള സ്ഥാപനമാണെന്നും എല്ലാവർക്കും അറിയാം. ഏതാണ്ട് പല ഘട്ടങ്ങളിലും നിർണായക അവസരങ്ങളിലും സുപ്രീം കോടതിക്ക് തുല്യമായ ചില അധികാരങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സംവിധാനമാണ്, ഒരു സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അളവറ്റ അധികാരങ്ങളുണ്ട്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ അങ്ങനെ ഒന്നും കൂട്ടിക്കേറ്റാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിച്ചാൽ പോലും സാധിക്കില്ല. അത് പണ്ട് നമ്മൾ കണ്ടതാണ് TN ശേഷന്റെ കാലത്ത്. ഇന്നിപ്പോൾ മമത തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. SIR തടസ്സപ്പെടുത്തിയാൽ ഒരു ഉദ്യോഗസ്ഥനെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായാൽ മമത മറുപടി പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരെ രാഷ്ട്രപതി ഭവനിലേക്ക് പോകും, രാഷ്ട്രപതിയോട് കാര്യങ്ങൾ വിശദീകരിക്കും, മമതാ സർക്കാരിനെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ ആവശ്യപ്പെടും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ നടപടികളും നിർവഹിക്കുന്നതിന് സംസ്ഥാന ജീവനക്കാരുടെ നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പരിപൂർണമായും കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടും. രാഷ്ട്രപതിക്ക് അത് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. ആ ശുപാർശ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ രാഷ്ട്രപതി അനുസരിക്കേണ്ടതാണ്. അതാണ് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നത്. അങ്ങനെയെങ്കിൽ രാഷ്ട്രപതിക്ക് 356 വകുപ്പ് പ്രയോഗിക്കേണ്ടി വരും. മമത വീട്ടിലിരിക്കും, അല്ലെങ്കിൽ ജയിലിൽ കിടക്കും. ഇതാണ് മമതയെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് 14 ലക്ഷം പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് അനർഹരായവരുടെ 14 ലക്ഷം പേരുടെ പേരുകൾ നീക്കം ചെയ്തിട്ടും മമത വാതുറക്കാത്തത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ മമത പറയുന്നു, BJP-യെ ഞാൻ പാഠം പഠിപ്പിക്കും. ഇവിടെ BJP-ക്ക് എന്ത് കാര്യം? എന്നെ വേദനിപ്പിച്ചാൽ ഞാൻ BJP-യുടെ അടിത്തറ ഇളക്കും. ഇത് BJP-യുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഹേ, ബംഗാളിൽ എന്നെ ഉപദ്രവിച്ചാൽ, എന്നെ വേദനിപ്പിച്ചാൽ ഞാൻ BJP-യെ പാഠം പഠിപ്പിക്കും, BJP-യുടെ അടിത്തറ ഇളക്കും എന്നാണ്. ഇത് മമത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ BJP-യുടെ മേൽച്ചാരി രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. സ്വന്തം വീഴ്ച മറച്ചു വയ്ക്കുകയാണ്. ഇത്രയും കാലം താൻ ചെയ്തു വന്ന കൊള്ളരുതായ്മ ഒളിപ്പിക്കാൻ, മറയ്ക്കാൻ വേണ്ടി പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണിത് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഒരു കാര്യം വ്യക്തമായി, ബംഗാളിൽ വോട്ടർ പട്ടിക പരിപൂർണമായിട്ടും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് എത്രയോ വർഷങ്ങളായിട്ട്, ഏതാണ്ട് നൂറ്റാണ്ടായിട്ട്, CPM ഭരിച്ച 35 വർഷവും അവിടെ ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റക്കാർക്ക് വോട്ടവകാശം നൽകി അവരുടെ വോട്ടുകൾ വാങ്ങി വിജയിച്ചു കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് ഇന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അത്തരത്തിലൊരു സംവിധാനം കഴിഞ്ഞ നൂറ്റാണ്ടായിട്ട് മമത ഭരിക്കാൻ തുടങ്ങിയിട്ടും 10 വർഷത്തിലധികമായി. എനിക്ക് തോന്നുന്നു 2011 മുതലാണ് മമത മുഖ്യമന്ത്രിയായിട്ട് ബംഗാളിൽ വരുന്നത്. അപ്പോൾ ആ 14, 35 ഏതാണ്ട് 49 വർഷങ്ങളായിട്ട് ബംഗാളിൽ തുടരുന്ന ഈ അനാശാസ്യം, അത് തന്നെ പറയണം, നമ്മുടെ ജനാധിപത്യത്തിന്റെ മേലുള്ള, ജനാധിപത്യത്തിന്റെ നേർക്കുള്ള അനാശാസ്യം അവസാനിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മുടെ SIR കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ബംഗാളിലെ അവസാന വോട്ടർ പട്ടിക വരട്ടെ. അപ്പോൾ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും എത്ര ലക്ഷം വോട്ടുകൾ അവിടുന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിൽ എത്ര പേർ നുഴഞ്ഞു കയറ്റക്കാരാണ് തുടങ്ങിയ എല്ലാ കണക്കുകളും പുറത്തു വരുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം.